ഫ്രാൻസിലെ ഫാവർണിയിൽ 1608 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഫ്രാൻസിൽ കാൽവനിസം വ്യാപിച്ചിരുന്ന കാലഘട്ടമായിരുന്നു 17-ാം നൂറ്റാണ്ട്. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാനായി അവർ ധാരാളം പണവും സാധനങ്ങളും സംഭാവന ചെയ്തിരുന്നു. ഫാർവനി എന്ന പട്ടണത്തിൽ ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തിൽ നിന്ന് പിരിഞ്ഞുപോയ പുരോഹിതൻ നോർബഡെ മേള ബ്ലാഞ്ചി എന്ന സ്ത്രീക്കാണ് ആരാധന അർപ്പിച്ചിരുന്നത്. കാരണം ഈ സ്ത്രീ വഴിയായി ധാരാളം അത്ഭുതങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഈ സ്ത്രീയിൽ വലിയ വിശ്വാസമായിരുന്നു. 1608 പെന്തക്കുസ്തായ്ക്ക് ഒരു ജാഗരണ പ്രാർത്ഥന നടത്താൻ സന്യാസിമാർ തീരുമാനിച്ചു. ഇതിനായി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച പ്രത്യേക അരുളിക്ക അവരൊരുക്കി. അരുളിക്കയുടെ ഉൾവശം വളരെ വലുതായിരുന്നു. അതിനാൽ അവിടെ 2 തിരുവോസ്തികൾ വയ്ക്കുവാൻ അവർ തീരുമാനിച്ചു. ആരാധനയ്ക്ക് ശേഷം സന്യാസിമാർ അരുളിക്ക തിരിച്ചുകൊണ്ടുപോയി പഴയ അൾത്താരയിൽ തന്നെ വെച്ചു. അടുത്ത ദിവസം രാവിലെ കപ്പ്യാർ പള്ളി തുറന്നു നോക്കിയപ്പോൾ കണ്ടത് പള്ളിക്കകം നിറച്ചും പുക നിറഞ്ഞിരിക്കുന്നതാണ്. അൾത്താരയും ചുറ്റുമുണ്ടായിരുന്ന എല്ലാം കത്തി നശിച്ചു. ഒച്ച കേട്ട് ഓടി വന്നവർ തീ കെടുത്താനും അവിടത്തെ ചാരം മാറ്റാനും തുടങ്ങി. അരുളിക്കയുടെ ഇത്തിരി ഭാഗമെങ്കിലും അവശേഷിച്ചിരിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് അവർ അത് ചെയ്തത്. പെട്ടെന്ന് തന്നെ പുകയെല്ലാം നീങ്ങി പള്ളിക്കകം തെളിഞ്ഞു കാണപ്പെട്ടു. അവിടെ അവർ കണ്ട കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അരുളിക്ക അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു. ഈ ദിവ്യകാരുണ്യ അത്ഭുതം കാണുവാനായി ജനങ്ങൾ തടിച്ചുകൂടി. യാതൊരു കേടുപാടും കൂടാതെ നിൽക്കുന്ന അരുളിക്ക അത്ഭുതത്തിന് പാത്രമാവുകയായിരുന്നു. കപ്പൂച്ചിൻ സന്യാസിമാരോട് ഉടനെ തന്നെ ഒരു അൾത്താര നിർമ്മിച്ച് തിരുവോസ്തി അവിടെ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ അഭ്യർത്ഥിച്ചു. അവർ ഉടനെ തന്നെ കത്തിപ്പോയ പഴയ അൾത്താരയ്ക്ക് പകരം പുതിയൊരെണ്ണം നിർമ്മിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാന അർപ്പണവേളയിൽ തിരുവോസ്തി ഉയർത്തുന്ന ഭാഗം വന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന അരുളിക്ക പതിയെ നീങ്ങി പുതിയ അൾത്താരയിൽ ചെന്നു ചേർന്നു. അപ്പോൾ അരുളിക്ക അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. കാനോനിക പ്രക്രിയകൾ അവസാനിച്ച ശേഷം ജൂലൈ 10 ആർച്ച് ബിഷപ്പ് ഈ അത്ഭുതം യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിക്കുകയും സെപ്റ്റംബർ 13 റോഡിലെ ആർച്ച് ബിഷപ്പ് പോൾ 10 പാപ്പായെ അത്ഭുതത്തെക്കുറിച്ച് രേഖാമൂലം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. അഗ്നിയിൽ പോലും സംരക്ഷിക്കപ്പെടുവാൻ തിരുമനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞങ്ങളെ എന്നും കാത്തുകൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.